എന്നാ ഉണ്ട്? ആര് 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 ആരാ അത്? ആരാ? വൃത്തി ഇട്ടോട്ടുള്ളവരുള്ളതല്ലേ. നിങ്ങളൊക്കെ വന്നു കെട്ടുമ്പോഴത്തേനുള്ള എല്ലാത്തിനും ഭയങ്കര ഇറക്കല്ലേ. അങ്ങനെയല്ല നമ്മൾ പുതിയതായിട്ടൊക്കെ ആരെങ്കിലും കാണുമ്പോൾ പ്രത്യേകിച്ചും ജോമോളെ വീട്ടിൽ നിന്നുള്ള പട്ടി, അത് നമ്മുടെ വീട്ടിൽ ഇവിടുത്തെ പട്ടി. ഞാനിലെ പോകുമ്പോ നോക്കാറുണ്ട്, നീലൊക്കെ നടന്നു വന്നത് ഇവിടെ ഇല്ലല്ലോ, പിന്നെ കാണാറുണ്ട്. വിശ്വാസം ഇവിടുത്തെ വീട്ടിലെ പട്ടിയെ ഇവിടെ വിശ്വാസം രണ്ടുപേരും പട്ടിയെ സ്പൈ ആയിട്ട് എനിക്കിഷ്ടമില്ല. ഇതിന്റെ പുറകെ പോകണ്ടേ? യോമോനെ പട്ടിയിലാണ്. ഭക്ഷണം കൊടുക്കണമാ. പിന്നെ നമുക്ക് എവിടെയെങ്കിലും 2 ദിവസമൊക്കെ മാറി നിൽക്കുകയാണെങ്കിൽ എനിക്ക് ഭക്ഷണം കൊടുക്കണം. പിന്നെ ഒരെണ്ണം ഉള്ളത് നല്ലതാണ്. 2 ഒന്നും വേണ്ട, ഒരെണ്ണം എന്ന് വെച്ചാല് ഇത് ഇല്ലാതായി കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ നിശബ്ദതയാണ്. രാത്രി അപ്പൊ ഒരു പേടി പോലെ ഉണ്ടാഞ്ഞിട്ടില്ലാതായി കഴിയുമ്പോ കാരണന്മാരെ നോക്കണവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞു. ജോമോളുടെ അഭിപ്രായം അത് ഇങ്ങനെ പൊപ്പളിക്കായാല് കമന്റ് വന്നതെല്ലാം ഒന്ന് വായിക്കാൻ മേലായിരുന്നോ? എല്ലാവരുടെ ഒരു 95% ആൾക്കാരും എന്നാ പറഞ്ഞിരിക്കുന്നേ. നോക്കിയവർക്കൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. അവരൊത്തിരി കേൾക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ പൊതുവേലുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് ഇവിടെ ആൾക്കാർ വിളിക്കുകയും പിടിക്കുകയും ചെയ്തിട്ട് അങ്ങനെ വന്ന കമന്റ് വെച്ച് ഞങ്ങൾ ഒരെണ്ണം ചെയ്തതാണ്. പൊതുവിലുള്ള കാര്യം പറഞ്ഞ ഇവിടുത്തെ കാര്യമല്ല. ഇവിടെ അതെന്താണെന്ന് വെച്ചാൽ ഞാൻ പൊതുവിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മളെ മുതലെടുക്കാനായിട്ടാണ് നിൽക്കുന്നത്. നമുക്ക് മൊത്തം കുറ്റങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് അങ്ങനെ പറയും. പിന്നെ നമ്മൾ കുറെ സഹനമല്ലേ ഇതിനകത്തുനിന്നും, അല്ലേ? നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടോ എല്ലാ കാര്യത്തിലും. പക്ഷെ അത് ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ. അത് മറ്റുള്ള സഹോദരങ്ങൾ ഈ വീട്ടിൽ നിന്ന് മൊത്തത്തിലുള്ള കാര്യം ഞാൻ പറയുന്നത് അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അല്ല വേറെ എനിക്ക് ഒരു ഇതിന്റെ പേരിൽ ഒരു ബുദ്ധിമുട്ടില്ല. ഇപ്പൊ എനിക്ക് അമ്മേനെ നോക്കുന്നതിന് അമ്മ എന്നോടായാലും നല്ല സ്നേഹത്തിലാണ് പെരുമാറുന്നത്. അതുകൊണ്ട് എനിക്ക് അമ്മേനെ നോക്കുന്നതിന് എനിക്കൊരു ബുദ്ധിമുട്ടില്ല. നമ്മളോട് ഇഷ്ടക്കേട് കാണിക്കുമ്പോഴല്ലേ നമുക്ക് ബുദ്ധിമുട്ട് വരുന്നേ. ഇവിടുത്തെ വിഷയമല്ല അത് ശരിക്കും പറയും. ഇവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യത്തിനെല്ലാം സഹകരിക്കുന്നുണ്ട്. പക്ഷെ പൊതുവിൽ ഇങ്ങനെ ഒരു കൺസെൻ്റ് ഉണ്ട് ആൾക്കാരുടെ ഇടയിൽ. അതാണ് മെയിനായിട്ട്. അതാണ് നമ്മൾ മെയിനായിട്ട്. ഇപ്പം നമ്മളായത് കമൻറ്റ് വായിച്ച് ചോദിക്കും. മുഴുവനും 90% ആൾക്കാർ ഈ ബുദ്ധിമുട്ടാണ് പറയുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കുറച്ച് ആൾക്കാരെ കൊണ്ടുവരാം അല്ല അവര് ചിന്തിക്കണം. നമ്മളിങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്തെല്ലാം നമുക്ക് ഇഷ്ടം അനുസരിച്ച് നമുക്ക് സ്വാതന്ത്ര്യത്തോടെ പോകാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പം ഇത് നോക്കുന്ന ആ സഹോദരനോടോ സഹോദരിയോടോ ആരോടായാലും അവര് എന്താ പറയാ, ഒരു നല്ലൊരു മനോഭാവം അവരോട് കാണിക്കണമെന്ന് എനിക്കത്രേ ഉള്ളൂ. ഞാൻ അത്രേ പറയുന്നുള്ളൂ, വേറെ ഒന്നും പറയുന്നില്ല. അല്ലാതെ കൂടുതലും കമൻറ്റ് വന്നിരിക്കുന്നതിനകത്തുണ്ടല്ലോ സഹോദരന്മാരൊക്കെ നല്ല രീതിയിൽ പോയി ജീവിച്ചിട്ട് പാവപ്പാടെ ഒന്നും വന്ന് ഇന്ന് അന്വേഷിക്കുക പോലും ചെയ്യില്ല. വല്ലപ്പോഴും ഒന്ന് വന്ന് പോകുന്ന ആ ഒരു നിലപാട് ശരിയല്ല എന്നുള്ള 95% ഉണ്ട്. ഈ നേരെ ഇതിന് വ്യൂരിയെന്ന് പറയുന്നത് എന്റെ വല്യമ്മയുടെ കാര്യം പറയുവാണെങ്കിൽ ആ ചിറ്റപ്പനൊക്കെയാ വീട്ടിൽ നിൽക്കുന്നത്. ആ ചിറ്റപ്പനോടും കുടുംബത്തോടുമാണ് ആ വല്യമ്മയ്ക്കും വല്യപ്പനും കൂടുതൽ സ്നേഹവും. അവരുടെ മൊത്തം അവരുടെ എല്ലാ ബാക്കി വേറെ പോയാൽ ഞങ്ങളൊക്കെ വേറെ പോയവരാ. ഞങ്ങളോടൊന്നും അത്രയൊന്നും സ്നേഹമൊന്നും കാണിച്ചിട്ടില്ല. എപ്പോഴും അവരെ പ്രൊട്ടക്ട് ചെയ്ത് സംസാരിക്കുക, അവരുടെ കാര്യങ്ങൾ നടത്തുക. അങ്ങനെ അതിനകത്ത് എന്നോട് മാത്രമാണ് വല്യമ്മയ്ക്ക് ഇച്ചിരി സ്നേഹം കൂടുതൽ. അവിടെ പെണ്ണുങ്ങളില്ലായിരുന്നു, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വല്യമ്മയ്ക്ക് എന്നോട് വലിയ കാര്യമായിരുന്നു കേട്ടോ. എപ്പം ചെന്നാലും ഭക്ഷണം എടുക്കും, എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നു. അങ്ങനെ ചില വീടുകളിൽ മാത്രമേ ഉള്ളൂ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുള്ളൂ. അവരെ എന്താ പറയാ, എല്ലാവരും ഒരു കുറ്റം പറയുമോ, അല്ലെങ്കിൽ ആരെങ്കിലും വീട്ടിൽ വന്നു മറ്റു സഹോദരങ്ങളുടെ കുറ്റം, ആ വീട്ടിൽ നോക്കുന്നവരുടെ കുറ്റങ്ങളാണ് പറയുന്നത്. അതാണ് ഈ പൊതുവുള്ളൊരു മെയിൻ ഇഷ്യൂ. അതാണ് ഈ നമ്മുടെ ഇടയിലേ ആൾക്കാരുടെ ഇടയിൽ. ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് നമുക്കിവിടെ ആരും കുറ്റം പറയാനൊന്നുമില്ല.
ഇവിടെ ആരും കുറ്റം പറയാനൊന്നുമില്ല, ഇവിടെ എല്ലാവരും ഇവിടെ ജോമോൻ ഇങ്ങോട്ട് വരികയെന്ന് പറഞ്ഞപ്പോഴേ അവള് ഇന്നലെ ഡൈ ചെയ്ത് എന്നെ പേടിച്ചിട്ട്. ആണോ? അതിനെന്താ പേടിക്കുന്നത്? അല്ല ഇവിടെ പണ്ടൊക്കെ ആ ഞാൻ മാത്രം ധൈര്യമായിട്ട് ഇങ്ങനെ പോകുന്നു. അതെ മമ്മി സ്ട്രെസ് കൂടുതലുള്ളവർക്ക് തലമുടിയൊക്കെ പെട്ടെന്ന് നരയ്ക്കും. കണ്ടോ, ഒരാൾ നല്ല കാത്തിരിക്കണം മാനസികമായ ഇവക്കാ അവളെന്തിനാ ഭയക്കട? അവള് മേടിച്ച് നിൽക്കാനുള്ളതല്ലേ അവര് അല്ലേ? രണ്ടുപേരും ഒരേപോലെ ഹെയർ സ്റ്റൈൽ ആക്കിയിട്ടുണ്ടോ? ആ ആ ആങ്ങളും പെങ്ങളും കൂടെ. വിവീനായി എങ്ങനെയാണ് വിവീനയുടെ മുടി മുഴുവൻ കൊഴിഞ്ഞു പോവാണ് അവിടെ. ഏടാ നമ്മുടെ ടിൻറ്റുവിനെ കെട്ടിച്ചിരിക്കുന്ന അവിടുത്തെ വീട്ടുകാരനാടാ? അവിടുത്തെ തൃക്കൊടി ടിൻറ്റുവിനെ കെട്ടിച്ചിരിക്കുന്നിടത്തെ വീട്ടുപേര് എന്നോട് ചോദിച്ചാൽ ഞാൻ അയ്യോ അവിടെ വിളിച്ചു ചോദിക്കാം. ആണോ? അവിടെ നിന്ന് അവരെ അടുത്തുള്ള എന്നാൾ വന്നത് ഇവിടെ അമ്മച്ചിയൊക്കെ വന്നത് ആര് വന്നു? ഇവിടെ വന്നായിരുന്നു അമ്മനെ കാണാനായിട്ട്. ആ ആ അവർ ഇച്ചിരി അങ്ങോട്ടൊക്കെ മാറിയാ ആ. തൃക്കൊടുത്താനും ശരി തൃക്കൊടുത്താനല്ല. അമ്മായി ഇടയ്ക്ക് വിസിറ്റേഴ്സ് ഒക്കെ വരുന്നുണ്ട് അമ്മായിക്ക്. പിന്നെ താമസിക്കണേ. ഏഹ് ഞങ്ങളൊക്കെ താമസിക്കുന്ന വെച്ച് നോക്കുമ്പോൾ ഒത്തിരി അകലെയല്ലേ. ഒത്തിരി കാര്യമൊന്നുമല്ല. പിന്നെ നമ്മളെ മുട്ടേറെ അടുത്ത് തന്നെയല്ലേ. നമ്മുടെ നാത്തൂന്റെ വീട് ഓർമ്മയില്ലേ? ആരെയാ? നാത്തൂനെ ഓർമ്മയില്ലേ? 6 മൈലില്ലേ 6 മൈല് നാത്തൂന്ന് ആവശ്യ വീടില്ലേ? അന്നക്കുട്ടി അന്നക്കുട്ടി. അതൊക്കെ മറന്നുപോയി. ടീച്ചറേ എന്നൊരു ആ വീട്ടിൽ തന്നെ താമസിക്കണേ. ആ പുള്ളിക്ക് വീട് പണിയാനൊന്നും താല്പര്യമില്ല. വീട് എവിടെയാ? മുട്ടേറെ കുട്ടിയല്ല. അതുകൊണ്ട് ആർക്കും ആ വീട് കണ്ടാൽ മനസ്സിലാവും അല്ലേ? കുട്ടികൾ സുഖമാണ്. പിന്നെ പോരെ എന്നോട് പോരെ. കാലാവസ്ഥയൊക്കെ നല്ല ഭക്ഷണത്തിന് വലിയ കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. എടി ദീപ്തി അമ്മായിക്ക് മുട്ടേറെ ചെയ്യണം. നല്ല കാലാവസ്ഥയാണ്. അമ്മായിയെ കൊണ്ടുപോയി ആൾക്കാർ കാണാൻ അങ്ങോട്ട് വരട്ടെ. അതെ അതെ വരുന്നവർക്ക് എളുപ്പമുണ്ടല്ലോ, മെയിൻ റോഡല്ലേ. ആശുപത്രിയിലേക്ക് അസുഖം ഉണ്ടേ പോയാൽ പോലെ. അതെ ആ അമ്മ കുട്ടികളുടെ ആശുപത്രിയുടെ കാര്യം അവിടെ തന്നെ. കുട്ടികളെ ആശുപത്രിയിൽ ആ, പേരുമായി എവിടെ ചെന്നാലും ഈ പേര് കാണുമ്പോഴത്തേക്ക് ചോദിക്കുമല്ലോ. ഇവിടെ അടുത്ത് തന്നെയാണ് വീട്. ഇവിടെ അടുത്ത് തന്നെ. അത് പിന്നെ ഞാനിപ്പോ കഥ പറയണോ? എല്ലാരും കഥ പറയണമെന്ന് പറയുന്നുണ്ട്, ഞങ്ങള് പറയുന്നില്ല. ഇവന്റെ കല്യാണം ആലോചിച്ചിട്ട് പിന്നെ അടുക്കണില്ല. ആർക്കും ഒരു പിടുത്തവും കിട്ടണില്ല. ഇപ്പൊ വേണ്ട ഇപ്പൊ വേണ്ടെന്ന് നടക്കണേ. ഇതായിരുന്നു ഉള്ളിലെ. ജോമോന് കല്യാണം ഇപ്പൊ വേണ്ട പതുക്കെയായിട്ടൊന്നും വന്നിരിക്കുക. അവസാനാണ് ജോമോളുണ്ടെന്ന് വെളിപ്പെടുത്തണേ. അതും അതിനകത്ത് പറഞ്ഞാൽ കേട്ടിട്ടില്ല. ഇവരൊക്കെ ഇതാരും അവനാ അവന് ഇപ്പൊ തമാശക്ക് കുറവാ. പിന്നത്തെ മാസം തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. ജോമോൾ ഇവിടെ വന്നു. പെണ്ണിനെ ഇഷ്ടപ്പെട്ടെന്ന് യോഗ്യണ്ടായിരുന്നല്ലോ. ബാക്കി ഇഷ്ടത്തിന് കഥയൊക്കെ അവര് കാശൊന്നും കൊടുക്കണ്ടോന്നില്ല. അതല്ല. ബ്രോക്കറുകാർ കൊടുക്കണ വന്നില്ല. പിന്നെ അമ്മയെ നോക്കാൻ ആളായില്ല. ജോലിക്കാരിയെ കൊണ്ടിരുന്നെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്തല്ലേ? അങ്ങനെയാകില്ല. ഒരാളെ നിർത്തണം. അല്ലെങ്കിൽ ഒരു ഹോം നേഴ്സ് ആരെങ്കിലും വന്നാൽ ഇവിടെ വേറെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. ബുദ്ധിമുട്ട് വരും അവിടെ. ദൈവത്തിനറിയാം എങ്ങനെയുള്ള ആളിവിടെ പറഞ്ഞത്. ഓരോ പേരെങ്ങനെയാ? പറയണ പേര് പറ. പുറത്തുള്ളവർ വന്നു കഴിഞ്ഞാൽ ഇവൻ. വിവാൻ വിവാൻ ഇവൻ മാത്രമാണ് ഇല്ല, മോളുണ്ട് നേഴ്സിംഗിന് പഠിക്കുക. പരിമല പഠിക്കണേ. പരിമല, പത്തനംതിട്ട. അവൻ സെക്കൻഡ് ഇയറാ, നീ ഫസ്റ്റ് ഇയറാ. ഒരു വർഷം കൊണ്ട് വ്യത്യാസമുണ്ട്. അവിടെയാണോ? അവൻ സിലബസ് എന്തിനെന്ത് അവൻ തിരുവനന്തപുരത്ത് പഠിക്കണം. ഇവിടെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണോ? ഇലക്ട്രിക്കല് ഇലക്ട്രിക്കല് പാടല്ലേ ഒന്നും കൂടെ? അല്ല, എല്ലാം ഒരുപോലെയാണോ? ഇലക്ട്രിക്കലൊക്കെ ഭയങ്കര ചാൻസാണ് വെളിയിൽ. ഓസ്ട്രേലിയയൊക്കെ ഭയങ്കര ചാൻസാ. എന്നാ പാട് ഇപ്പൊ പാട്. അതെ അതെ പഠിക്കുന്നത്. പഠിച്ചാലേ പാട് വരുള്ളൂ. ഇലക്ട്രിക്കല് എല്ലാവർക്കും പാടാന്ന് പറഞ്ഞ് എടുക്കലാണ്. അവിടെ ഉള്ളവരെ റിസ്ക് പണിയായതുകൊണ്ട് ഓസ്ട്രേലിയൻസൊക്കെ കുറവാണ്. ഇലക്ട്രിക്കലിന്റെ ഡെപ്തി പഠിക്കാൻ ഒത്തിരി പഠിക്കാനുണ്ട്, വർക്കുണ്ടല്ലോ. സൗദിയിലൊക്കെ നല്ല ശമ്പളമാണ്. നമ്മുടെ ജിത്തു ഇവിടുത്തെ ഒഴുകാനാട്ടെ നമ്മുടെ ഇപ്പുറത്തെ അമ്മയുടെ നമ്മുടെ സ്വന്തം. ഇവനെ നീ എന്നോട് ഇലക്ട്രിക്കൽ അല്ല അന്ന് ഇലക്ട്രോണിക്സ്, അന്ന് ആദ്യം ഇലക്ട്രിക്കലാണ് നമ്മൾ ആദ്യം പറഞ്ഞു തരുന്നത്. പിന്നെ ഇവൻ പറഞ്ഞു തരുന്നു. ഞാൻ പറഞ്ഞത് പഠിച്ചെന്നൊക്കെ പറഞ്ഞാൽ എവിടെ? അമ്മ എവിടെയാ പഠിച്ചത്? മണ്ണാർപ്പാറയിലല്ലേ? അമ്മ കുന്നേ സ്കൂളിൽ
കുന്ന സ്കൂളല്ല, ശരിക്കും പറഞ്ഞാൽ അമ്മ പ്രൈമറി അല്ലേ, പ്രൈമറി പഠിച്ചത് ഇവിടെ കക്കത്തമലയാണ്, കക്കത്തമല സ്കൂളിലാണ്. അതിന് ഇടയ്ക്ക് ഒന്ന് പറഞ്ഞായിരുന്നു ഇങ്ങനെ, കക്കത്തമല സ്കൂളാണെന്നുള്ളൂ മെയിൻ. കുറവലങ്ങാട് ഹൈസ്കൂൾ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇങ്ങനെ ഈ കളത്തൂർ ഭാഗത്തുനിന്ന് ഒക്കെ അവിടെ ആ അതെ, ഒന്ന് കുറലങ്ങാട്, അത് ഇങ്ങനെ കാഞ്ഞിരത്താനം വരും. ആ ആ ആ ആ അമ്മച്ചി അത്രയും പോയിട്ടില്ല. ഇത് അമ്മായിയുടെ വീട് കല്ലറയ്ക്ക് പോകുന്ന വഴിക്കാന്നേ, ദൂരെയല്ലേ, കുറവലങ്ങാട് വരിക എന്ന് പറഞ്ഞാൽ അത്ര എന്നാലും പോകുന്നവരുണ്ടായിരുന്നു. ആ കാണും, അന്ന് കാണും. ദൂരെ പോയി നടന്നു പോകുന്നവർ. അന്ന് കക്കത്തമല സ്കൂളും സ്കൂളിൽ പോയാട്ടാ പറയുന്നത്. ഹൈസ്കൂള് കുറവലങ്ങാടും പിന്നെ കടപ്പാടത്തും ഉണ്ടായിരുന്നു. ആ എത്രയാണുള്ളൂ, കടുത്തുരുത്തിയില്ലേ? ഇതൊക്കെ ഹൈസ്കൂൾ ആയിരുന്നു. ഇവരൊക്കെ പറഞ്ഞു കേട്ടോ കടുത്തുരുത്തിയിൽ മാഞ്ഞൂരത്ത് നമ്മുടെ പുള്ളി എന്ന് പറഞ്ഞ പുള്ളി കടുത്തുരുത്തിയിലാണ് പഠിച്ചത്. അഞ്ചാം ഈ ദിക്ക് ആ ദിക്ക് നമുക്ക് എല്ലാം ആ ശരി. എത്ര വഴി മുട്ടേനായിട്ട് കുട്ടികളെ ആയിട്ട് 50 വർഷം 55 വർഷം. അത്രയായോ? ആ ഈ വന്നിട്ട് അവിടെ എല്ലാ ദിവസം മാറിയല്ലേ? ഇല്ലെന്നേ, ആ വീടും അതൊക്കെ തന്നെ, ഒരു മാറ്റവും ഇല്ല. അമ്മായി പഠിക്കുകയാണോ? പിള്ളേർ പഠിക്കുക. വൈകുന്നേരം 5-ന്റെ ട്രെയിനിൽ എല്ലാത്തിനൊക്കെ സുഖമായിരിക്കണോ? അമ്മയും ചാത്തനൊക്കെ പരലോകത്തായി പോയി, സുഖമായിട്ട് ഇരിക്കുമായിരിക്കും. ആണോ? ആ അന്നക്കുട്ടിയൊക്കെ മരിച്ചു പോയതൊക്കെ മറന്നു പോയോ? അന്നക്കുട്ടി നാത്തൂനൊക്കെ മരിച്ചു പോയില്ലേ? ആ ഞാൻ മൂത്ത നാത്തൂൻ അന്നക്കുട്ടിയില്ലേ? ഓർമ്മയില്ല. ഞങ്ങളുടെ കാരണന്മാരൊക്കെ അങ്ങനെ മരിച്ചില്ലല്ലോ. ഇല്ലേ? ഏ ആഹാ, അവർ ജീവിച്ചിരിപ്പുണ്ടോ? എത്ര വർഷങ്ങൾ കഴിഞ്ഞാ മരിക്കുന്നത്? ആ ഇവന് പ്രായമാകുമ്പോഴല്ലേ മരിക്കുന്നത്. കിടക്കും ആ രോഗമായിട്ട് ശുശ്രൂഷിക്കണം. അമ്മായിമ്മ കിടന്നു ഓർക്കുന്നുണ്ടോ? അമ്മായിമ്മ കിടന്നു ഓർക്കുന്നുണ്ടോ? കുഞ്ഞമ്മച്ചി കുഞ്ഞമ്മച്ചി ഇരിക്കാം. കുഞ്ഞമ്മച്ചിയുടെ കാര്യം ഓർക്കുന്നുണ്ടോ? ഇത് കഴിഞ്ഞ മാസം വരെ ഉണ്ടാക്കുക. കുഞ്ഞമ്മച്ചി ആ അമ്മേനെ തപ്പിയില്ല നടക്കും ഇടയ്ക്ക്. ആണോ? ആ ചിലപ്പോൾ അമ്മ എന്ത് ചെയ്യാൻ ചോദിച്ചാണ്. അപ്പം എന്നെ അറിയത്തില്ലല്ലോ, നിന്നെ എന്നെ ചില സമയത്ത് അറിയത്തുള്ളൂ, ചില സമയത്ത് അറിയത്തില്ല. അവിടെ അറിഞ്ഞുകൊണ്ടിരുന്നത് കൃത്യം അറിഞ്ഞുകൊണ്ടിരുന്ന സാബുവിനെ എൽസിനെ മാത്രമേ ഉള്ളൂ. അത് ഈ കഴിഞ്ഞിടയ്ക്ക് ചില സമയത്ത് കുഴപ്പമില്ല അറിയും, ചില സമയത്ത് അറിയില്ല. ഇത് സ്ഥലത്തിൻ്റെ പേരാണ്. ഇത് ശരിക്കും ഞങ്ങൾ ഞാറുകുളം ആണ് ഞങ്ങളുടെ ബേസ് പേര്. ഇത് ഓരോ സ്ഥലത്തിൽ, അതായത് ഞാറുകുളത്തിലുള്ള ഓരോ വീട്ടുകാരും ഓരോ സ്ഥലത്തോട്ട് മാറി താമസിച്ചു. ആ തലച്ചിറക്കുഴിക്കാർ മുകളിൽ സ്ഥലമുണ്ട്, അപ്പുറത്തെ സ്ഥലം തലച്ചിറക്കുഴിക്കാരായിരുന്നു. പിന്നെ മക്കളവിടെ ഉണ്ട്. തലച്ചിറക്കുഴിയിലെ കുഞ്ഞുക്കി ചേട്ടൻ്റെ മക്കൾ ഇവിടെ ഉണ്ട്, തറവാട്ടിൽ തന്നെയുണ്ട്. ആ ഹാ 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 ആ എനിക്കറിയാം. ജോമോളെ അവക്കെന്താ അടുത്ത കഴിഞ്ഞോ? ആ മരിച്ചുപോയി. അവക്കെന്താ അടുത്ത ഞാൻ അവിടുത്തെ മറ്റേ അവിടെ ഉണ്ടല്ലോ പണി, ഇവിടെ മുണ്ടുവലിയിൽ. ബുധനാഴ്ച അവിടെ അവധി കൊടുക്കുകയല്ലേ, പിന്നെ തിങ്കളാഴ്ച വെളുപ്പിനെ പോകും. ആ സാറ് അവിടെ അല്ലേ, ഇവിടെ മുണ്ടുവലിയില്ല താമസിക്കുന്നത്, അവിടെയല്ലേ ടീച്ചർ കാനഡാനത്തൊക്കെ പഠിപ്പിച്ച ടീച്ചറെ ഞാനെ പഠിപ്പിച്ച. ഇവിടെ പൈലോച്ച് കുഞ്ഞുർക്കി ചേട്ടൻ്റെ പുള്ളിയുടെ അനീന ചേട്ടനാണ് ഇവിടെ താമസിക്കുന്നത്. ഈ മുകളിലെ സ്ഥലം അവരായിരുന്നു, അതിലെ വിറ്റതല്ലേ അനി. പിന്നെ ഷാജി ആണോ? ആ ആ അവിടെ കുഞ്ഞോടെ മരിച്ചുപോയി. അപ്പൊ ഞാൻ ചോദിച്ചു, നീ ഇതൊക്കെ എടുത്തോണ്ട് പോവോ? ഇങ്ങനെ എനിക്ക് അത്ഭുതമാണ്, ഇതിലും വലിയ ഭാരങ്ങൾ അവിടെ എടുക്കണേന്ന്. അതുകൊണ്ട് നല്ല പണിയുണ്ട്. ക്യാൻസർ വാർഡിലൊക്കെ കഴിഞ്ഞ പ്രാവശ്യം പോയി, ഭയങ്കര ബുദ്ധിമുട്ടായി. ആരൊക്കെയാ മനസ്സിലായോ അമ്മേ? ആരൊക്കെയാ മനസ്സിലായോ? അതൊക്കെ ഇത് കാണണ്ടതാണ്. മൂത്ത നാത്തൂന്റെ കണ്ണ് കാണുമ്പോഴേ നിങ്ങൾക്കൊക്കെ ഇത് മനസ്സിലാവുള്ളൂ. മൂത്ത നാത്തൂന്റെ ഇളയ മകൻ പിന്നെ ഒരു പ്രതീക്ഷയും വേണ്ട. അന്നക്കുട്ടിയുടെ അങ്ങനെയുള്ള സ്ഥലത്താണ് ചേച്ചി എന്നല്ലേ വിളിച്ചോണ്ട്. ചേച്ചിയുടെ ആ വലിയ ചേച്ചിയുടെ രണ്ടാമത്തവൻ സാബു. ആ മുട്ടയടുത്ത വലിയ ചേച്ചിയുടെ, അതായത് അമ്മയുടെ നാത്തൂൻ ഇവിടുത്തെ. ആ വലിയ ചേച്ചി ചാച്ചന്റെ സാബു. അത് സാബു മുട്ടയടുത്ത സാബു, അതായത് ഇവിടുത്തെ ചാച്ചൻ്റെ മൂത്ത പെങ്ങള് ചാച്ചനേക്കാളും മൂത്താണ്. മുട്ടേറെ അവർ 4 പേരല്ലേ? 4 പേര്. ആ ആ 2 ആണും 2 പെണ്ണും. സാരി, ഷാജി, ഷാൻഡി, സാബു. അവരൊക്കെ പോയ രാജ്യത്തല്ലേ?
ആരെ ജോലി ജോലി ഇവിടെ തന്നെ ഉണ്ട് എല്ലാവരും. നാട്ടിലുണ്ട്, നാട്ടിലുണ്ട്. അളിയനൊക്കെ മരിച്ചുപോയി. അളിയനൊക്കെ വർഷമൊക്കെ മുമ്പേ മരിച്ചുപോയി. അളിയൻ വില്ലേജ് ഓഫീസറിലായിരുന്നു. മുട്ടിയറ വില്ലേജ് ഓഫീസർ ആയിരിക്കുമ്പോഴേടാ മരിക്കാൻ പേരപ്പം മരിക്കുന്നത്. വില്ലേജ് ഓഫീസറായിരുന്നു. അമ്മായി ടീച്ചറും കാഞ്ഞിരത്താനത്ത്. എലവത്തിൽ അല്ലേ? ചില പഴയ ഓർമ്മകളൊക്കെ നന്നായിട്ട് പറയണോട്ടോ. ചാച്ചനെ വലിയ ഇഷ്ടമായിരുന്നു കേട്ടോ, പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചാച്ചനെ നല്ല ഇഷ്ടമായിരുന്നു. പേരപ്പൻ്റെ കാര്യ. അപ്പം ഇത് സാബുവിൻ്റെ ഭാര്യ ദീപ്തി. ദീപ്തി ഇപ്പോൾ അച്ഛന്മായോ? +2 പോയി. അപ്പോൾ അവിടെ തന്നെയല്ലേ? വഴിത്തല തന്നെ. വഴിത്തല പഠിപ്പിക്കുന്നു. ദീപ്തിയുടെ അമ്മയാണ് കൂടെയുള്ള അമ്മച്ചി, ഈ അമ്മച്ചി. അപ്പോൾ ഇത് എല്ലാവരും ചോദിക്കും ഇതാരാ നിങ്ങൾ പരിചയപ്പെടുത്തിയില്ല. പിന്നെ സാബുവിനെ പിന്നെ കഴിഞ്ഞ ദിവസത്തെ കുട്ടായ കൊച്ചിൻ്റെ ആദ്യ കുർബാനയ്ക്കകത്ത് കണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കണ്ടായിരുന്നു നീ? അതിനകത്ത് ഞാൻ പറഞ്ഞു. അതൊന്നും കിട്ടിയില്ല. സാബു നമ്മുടെ KCBയിലാണ് വർക്ക് ചെയ്യുന്നത്. എഞ്ചിനീയറാണ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ അല്ലേ? ഇപ്പം കൊറലങ്ങാട്ട്. നേരത്തെ ഒരു തോപ്രാംകുടിയോ? ഉടുമ്പൻചോല. കൊറലങ്ങാട്ട് തന്നെയായിരുന്നു. അവിടെ നിന്ന് ഉടുമ്പൻചോലയ്ക്ക് പോയതാണ്. ഇപ്പോൾ ഇവിടെ പിന്നെ മൂത്ത ചേട്ടായി ഉണ്ട്, ഷാജിച്ചേട്ടായി കോൺട്രാക്ട് വർക്കാണ്. നിലവത്തിൽ കൺസ്ട്രക്ഷൻ എന്ന് പറയും. ചേച്ചി ടീച്ചറായിരുന്നു. ചേച്ചി പെൻഷനായി അല്ലേ? ചേച്ചി പെൻഷനായി. നമ്മുടെ ചേർത്തിരിത്തിമാർ ഒരാങ്ങളേ ഉള്ളൂ. ഇളയൻ്റെ മൂത്ത ആങ്ങള. പുള്ളി നാട്ടിലില്ല, പുള്ളി ചെറുപ്പത്തിൽ പോയതാണ്. പുള്ളി പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഇവർ ഗോവയിലായിരുന്നു. അപ്പോൾ ചേട്ടായിമാർ രണ്ടുപേരും, ഇവിടുത്തെ ചേട്ടായിയും അമ്മയുടെ അമ്മ വീട്ടിൽ നിന്ന ചേട്ടായി, അമ്മയുടെ മകൻ ചേട്ടായിയുണ്ട്. ഇവർ രണ്ടുപേരോട് പോയി ഗോവയിലൊക്കെ പോയി കണ്ടതാണ്. അത് ഈ പുള്ളി ഒരു തവണ നാട്ടിൽ വന്നപ്പോൾ കിട്ടിയ ഫോട്ടോയാണ് എടുത്താ. ഇല്ല, ഇളെ സാരി എടുത്തു അമ്മയുണ്ട്. പിന്നെ അച്ഛനുണ്ടോയെന്ന് അറിയത്തില്ല. അച്ഛനെ കുറിച്ച് ഒരു വിവരമില്ല. അപ്പോൾ സ്ഥലം പഠിച്ച് വരുമ്പോൾ ഭയങ്കര ഓരോ അസുഖങ്ങളും ഉണ്ടാവും. തുമ്മലും കാലാവസ്ഥ പഠിക്കാൻ വിഷമം. കാലാവസ്ഥ പിടിക്കുന്ന കാര്യം അങ്ങനെയാണ്. അതെ, ഉള്ള കാര്യമായിരിക്കണം, ഇല്ലാത്ത കാര്യം പറയരുത്. അതെ 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 അതെ, അത് ശരിയാ. രണ്ടടിക്കണ ഇനി അതെല്ലാം വാഷ് അതെല്ലാം ഇനിയിപ്പോ അതെ അവിടെ നോക്കേണ്ട കാര്യമില്ലല്ലോ. ക്ലീനിങ് കിടപ്പുണ്ട്. ഇതിനകത്ത് തടിയിലടിക്കാണ്ടല്ലോ. ഞങ്ങളുടെ ചാനലിൽ കാണുന്ന ആൾക്കാർ പറയുന്നതാണ് പെയിന്റ് ചെയ്യുന്നത്, അതനുസരിച്ച് പെയിന്റ് ചെയ്താ അവിടെ കപ്പി ശരിയായിരുന്നു. അത് ഇവര് ചാരിയിരിക്കുന്നേ, ഇവര് ഇരിക്കുന്ന പോലെ ചാരി അതാണ്. അത് മുഴുവൻ വേർപ്പ് പറ്റിയതാ. വേർപ്പ് എണ്ണ പിടിച്ചതാ. അമ്മ കിടക്കാൻ പോയെന്ന് തോന്നുന്നു. എണ്ണമയം ഉണ്ടോ? കിടക്കാൻ പോകണോ? എന്നാ കിടന്നോ. ചില കുത്തിയിരുന്നിരുന്നേ, അങ്ങനെ ഇടയ്ക്ക് പോയി ഒരു കിടപ്പുള്ള. ചെറിയ നേരം കിടക്കുള്ളന്നേ, ചെറിയ ടൈറ്റ് വരും. എന്നോട് പോകാനുണ്ടോ മുട്ടയിറക്കി? പോകാനുണ്ടോ? മുട്ടയിറക്കി പോകാനുണ്ടോ? ആ, നമ്മുടെ വലിയച്ചിന്റെ വീട്ടിൽ പോകാനുണ്ടോ? വലിയച്ചിയുടെയോ? ആ,
ഓ വല്യേച്ചിയുടെ വീട്ടിലൊന്നും പോക്കില്ല. ഇപ്പൊ ഒന്നും പോക്കില്ല. എന്റെ കൂടെ പോരെ ഞാൻ കൊണ്ടേ ആക്കാം. ഏ വലിയച്ഛന്റെ വീട്ടിൽ കൊണ്ടേ ആക്കാം. വേണ്ട. പിന്നെ വലിയ അവർക്കൊക്കെ കഷ്ടപ്പാടില്ല. വല്യേച്ചിക്കും പ്രായമായില്ലേ. വല്യേച്ചിക്ക് ഇപ്പൊ ഒന്നും അറിയത്തില്ലല്ലോ. ഒന്നും അറിയത്തില്ല. പുറത്തേക്ക് പോവോ? ഒന്നും അറിയാതെ ഒന്നും അറിയാൻ സ്വസ്ഥമായിട്ടിരിക്കുക ഇപ്പം. ഒത്തിരി മക്കളുണ്ട്. 3-4 മക്കളേ. 4 മക്കളും ഉണ്ട്. മക്കളും ഉണ്ട്. അവർക്കും മക്കളുണ്ട്. മക്കളെ കെട്ടിച്ചു. ആ മക്കളാ ഒരുത്തന്നെ ഈ ഇരിക്കണത്. സാബു ഇളവൻ. അളിയനെന്നാ ജോലി? അണിയൻ വില്ലേജിലല്ലോ. അണിയൻ വില്ലേജിലല്ലോ. അതിപ്പോഴും അവിടെയാണോ? ആ ഇപ്പോഴും നല്ല കാശുള്ള പണിയാണ്. അത് പറയുമ്പോൾ കള്ളച്ചിരിയുണ്ട്. നേരത്തെ അളിയനൊക്കെ പുറത്തോട്ട് പോയി അല്ലാത്ത ആൾക്കാർ അത് പോയിട്ട് ഇടകൊണ്ട് പോയതാ. വീടിന്റെ പരിസരം കൊണ്ടുള്ള സ്ഥലം കൊണ്ട് തന്നെ കഴിച്ചോണ്ടിരുന്ന. പിന്നെ ഗവൺമെന്റ് ജോലി ഉണ്ടായിരുന്നല്ലോ. പിന്നെ പ്രായമായി അളിയന് ഒത്തിരി പ്രായമായി. ഒന്നും പറ്റത്തില്ല. ഓർമ്മ ഒട്ടുമില്ല. അളിയനും വില്ലേജിലല്ലായിരുന്നോ? ചിരിയുണ്ട്. അതിലെ ഗവൺമെന്റ് ജോലി ഉണ്ടെന്ന് പറഞ്ഞേ. അമ്മ ഓർത്തിരിപ്പുണ്ട്. വില്ലേജിക്ക് എന്നായിരുന്നു അമ്മ ജോലി? വില്ലേജിക്ക് എന്നായിരുന്നു ജോലി? വില്ലേജിക്ക് ജോലി ഇല്ലായിരുന്നോ? വില്ലേജിക്കോ? ആ വില്ലേജിക്ക പഴയ ജോലിയല്ലേ? എന്നായിരുന്നു? കുട്ടികളെ എന്നാ ജോലി എന്നായിരുന്നു? എന്നാ ജോലിയായിരുന്നു? അന്ന് പള്ളിക്കൂട്ട് പിള്ളേരെ പഠിപ്പീരൊക്കെ ആയിരുന്നു. പിള്ളേരെ പഠിപ്പിച്ചായിരുന്നു. ഏത് സ്കൂളിലാ? ഏത് സ്കൂളിലാന്ന് ഓർക്കുന്നുണ്ടോ? കുട്ടികൾ പള്ളിക്കൂടല്ലേ? മുട്ടിയാർ പള്ളിക്കൂടത്തിലല്ല. മുട്ടേറെ എത്ര തരത്തിൽ പള്ളിക്കൂടം? മുട്ടിയാർ പള്ളിക്കൂടത്തിലല്ലായിരുന്നു. അല്ലല്ലോ വേറെ തന്നെയല്ലായിരുന്നു അല്ലേ? അവിടെ നമ്മുടെ ആൾക്കാർ കൂടുതലും പഠിച്ചത് അവിടെ. അമ്മ മുട്ടിയാറത്തെ ഓർമ്മ. മുട്ടിയാറെ കാഞ്ഞിരത്താനത്തായിരുന്നു. കാഞ്ഞിരത്താനത്ത് അത്ര പറ്റിയല്ല. മുട്ടിയാറെയാണ് മുട്ടിയാറെ പഠിത്തായിരുന്നു. പിള്ളേരൊക്കെ അല്ലേ? നല്ല പഠിത്തമായിരുന്നു. അമ്മ മുട്ടിയാറിലാണോ പഠിച്ചേ? തോക്കുകയും ഇല്ല ജയിക്കുകയും ചെയ്യായിരുന്നു. നല്ല ജോലിയൊക്കെ ഉണ്ടായിരുന്നു. അമ്മ മുട്ടിയാറെ പഠിച്ചായിരുന്നോ? അമ്മ മുട്ടിയാറെ പഠിച്ചായിരുന്നോ? അമ്മ മുട്ടിയാറെ പഠിച്ചായിരുന്നോ? ആരെയാ? ഏലിക്കുട്ടി മുട്ടിയാറെ പഠിച്ചിട്ടുണ്ടോന്ന്? പിള്ളേരെയോ? ഏലിക്കുട്ടിയെ മുട്ടിയാറെ പഠിച്ചിട്ടുണ്ടോന്ന്? കുട്ടിയറിയോ? ഞാൻ പഠിച്ചിട്ടില്ല. ഇല്ലല്ലേ? പിന്നെ അവിടെ ആരൊക്കെയാ പഠിച്ചിട്ടുള്ളേ? ആരൊക്കെയാ വേറെ പഠിച്ചിട്ടുള്ളേ? വീട്ടിലെല്ലാവരും എൻ്റെ മൂത്തോരില്ല. അവരൊക്കെ അവിടെയല്ലോ പഠിച്ചോട്ടെ. തയ്യാമേക്കയാ? കുട്ടിയറയല്ല, കാഞ്ചത്താറും ഇങ്ങനെയുള്ള സ്ഥലം വഴിയല്ല. കക്കത്തമലയല്ലേ പഠിച്ചേ? അവരൊക്കൊന്നും പുറത്തേക്കൊന്നും പോയില്ല. പിന്നെ ആദ്യത്തെ ഇംഗ്ലീഷൊക്കെ ആയി ഭക്ഷണമായപ്പം അവരൊക്കെ അന്ന് ഇംഗ്ലീഷ് പഠിക്കാൻ പോവായി. ഇംഗ്ലീഷ് പഠിക്കാൻ പോയിരുന്നു അല്ലേ? അന്ന് ഇംഗ്ലീഷ് കിട്ടിയ. ഇന്നത്തെ പോലെ ഇംഗ്ലീഷ് ഇല്ല. അത് ശരിയാ. പക്ഷേ അതുകൊണ്ടൊക്കെ നല്ല കർശന തുമ്പയിലായിരുന്നു അന്നത്തെ പഠിത്തവും പഠിപ്പീരും. ഇനിയിപ്പോ ഇടയ്ക്ക് വരാനോ പേടി മാറിയില്ല. ഫോണുമായിട്ട് വരുമല്ലോ, ക്യാമറ. വലിയേച്ചി കാഞ്ഞിരത്താനത്താ പഠിപ്പിച്ച കേട്ടോ. വലിയേച്ചി കാഞ്ഞിരത്താനത്തായിരുന്നു. ആരാ? വലിയ ചേച്ചി പഠിപ്പിച്ചോണ്ടിരുന്നത്. വലിയേച്ചിയോ? മുട്ടിയറ അല്ലായിരുന്നു കേട്ടോ. നല്ല പഠിപ്പീര. ആണോ? ഞങ്ങളെല്ലാം കാഞ്ഞിരത്താനത്ത് പഠിച്ചതാ. കൊളസ്ട്രോൾ ഇച്ചിട്ടുണ്ട്. ഞാൻ ഹോമിയോ മരുന്ന് എടുക്കുന്നു. ഇനിയിപ്പോ എല്ലാം വരുമെന്നേ. മരുന്ന് എടുത്ത് തുടങ്ങി കഴിഞ്ഞ പിന്നെ എല്ലാം കുറേ. നമ്മക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. മകളെ പോലെയാണോ? ആണോ? കൊളസ്ട്രോൾ അതൊക്കെ എല്ലാവർക്കും ഭാഷണാ എന്ന് പറയാം. ഇപ്പം എല്ലാവർക്കും ഉണ്ട്. അത് ഞാൻ ചോദിക്കുക, വളരെ അപൂർവമല്ലേ ഉള്ളൂ. ഒരു കുഴപ്പമില്ലാത്തവരെ പിന്നെ വല്ലപ്പോഴൊക്കെ ഉള്ളൂ. പിന്നെ വളരെ അപൂർവമായിട്ട് ആൾക്കാരൊക്കെ ഇതൊന്നും ഇല്ലാതെ ഉള്ളൂ ഇപ്പോൾ ഉള്ളത് പറഞ്ഞാൽ. ഇതൊക്കെ മലയാളിക്ക് ഇപ്പം ഇതെല്ലാം സർവ്വസാധാരണമാണ്. ഏതെല്ലാം കരവഴിയുള്ള പള്ളിക്കൂടം വഴിയാണ്. അതെ ഇല്ല. മലയാളം എവിടെ പഠിക്കാനുണ്ട് അവിടെ എല്ലാം. സ്കൂള് കുറവല്ലേ?
ബാലൻസ് പോയി. പക്ഷെ നന്നായിട്ട് പഠിപ്പിക്കുകയും ചെയ്യാം. പത്രമൊന്നും വരാറില്ല. അന്ന് ഭയങ്കരമായിട്ടുണ്ട്. ഇല്ലാണ്ട് പിള്ളേർ കിടന്നറിയിക്കും. ഇവിടെയൊക്കെ ഉറങ്ങുന്നത് ഞാൻ ചുമ്മാ പറയാനാണോ? കിടക്കണ കിടപ്പ് കാണുമ്പോ ഉണ്ടല്ലോ. ക്ഷീണം വന്ന് ഉറങ്ങണം. അതുകൊണ്ട് അവിടെ ഉറങ്ങിയില്ലെങ്കിൽ നമുക്ക് പിച്ചു പിടിക്കും. നമുക്ക് നിൽക്കില്ല. ചെറിയ ചൂടേ ഉള്ളൂ. ഇപ്പൊ ആറിയിട്ടുണ്ട്. ചെറിയ ചൂടുള്ളൂ. കപ്പിന്റെ ചൂടായിരിക്കും. സ്റ്റീലല്ലേ. സാരില്ല, നല്ല പാകം ചൂടാ. ആയിക്കറിയെല്ലാം പോകും. ഇല്ല ഇല്ല, അത്രയും ചൂടില്ല. കൈ പിടിച്ചാ പൊള്ളി. ഇത് കണ്ടില്ലേ? ഇത് കണ്ടില്ലേ? ഞാൻ പിടിച്ചോണ്ടെങ്കിൽ ചേട്ടൻ കൈ പിടിച്ചു നോക്കി. ഇല്ല, ഇങ്ങനെ പിടിച്ചാൽ കുറച്ചിനെ കഴിയുമ്പോ പിന്നെ ഇല്ല, പൊള്ളിയല്ല. കുടിച്ചു നോക്കിക്കേ. കുടിച്ചു നോക്കിക്കേ. കുടിച്ചു നോക്കിക്കേ ഇച്ചിരി. നോക്കിയതാ ഇങ്ങനെ ഇങ്ങനെ വെച്ചാൽ മതി. നല്ലൊരു ശകലം കഴിയുമ്പോൾ മാറ്റം. പിന്നെ ഒത്തിരി എനിക്ക് വായിട്ട് അലക്കത്തില്ലേ. കുടിച്ചു നോക്കാം. കൂടണ്ടോ? എനിക്ക് മടുപ്പായി. ക്ഷീണാവും. കൂടണ്ടോ? കുടിക്കാൻ മേലേ? കുടിക്കാൻ കുടിക്കാൻ പാ. ചേട്ടനങ്ങനെ തോന്നിയിട്ടുണ്ടോ? കുടിക്കാൻ പാ അല്ലേ? ഞാൻ കുടിച്ചല്ലോ. ഞാൻ കുടിച്ചു. ഇനി ഇറങ്ങാം. ഇവരെ കൊച്ചുങ്ങൾക്ക് പോണം. ഇനി മറ്റടുത്ത് പോകണ്ടായിരിക്കും കേട്ടോ. എനിക്ക് വേണം. അങ്ങ് പോട്ടെ, അവർക്ക് പിള്ളേർ പോട്ടെ. പിള്ളേരെ കഴിച്ചു. പിള്ളേരെ കഴിച്ചു. നീ അമ്മായി വേണ്ട, പിള്ളേരെ കഴിച്ചു. അമ്മ കഴിച്ചാൽ മതി. ഞാനിങ്ങനെ കഴിക്കൊന്നുമില്ല. കേക്ക് കൊടുക്കണല്ലോ മോനെ. ഗ്യാസ് ശകലം കൊടുത്താൽ മതി. എന്റെ അമ്മായില്ലേ? അതെ. ചേട്ടൻ ചേർത്ത് പിടിച്ചപ്പോഴില്ല സങ്കടായേ. മറ്റേ ചേച്ചി വന്നപ്പോ ഇങ്ങനെ കെട്ടിപ്പിടിച്ചില്ലേ. നല്ല മധുര. വേറെ കുഴപ്പമൊന്നുമില്ല. ഷുഗർ ഒന്നുമില്ല. പ്രഷറിനുള്ള മരുന്നെടുക്കുന്നു. പ്രശ്നം വരുന്നുണ്ട്. പിന്നെ ഒരു 2 ഗുളികയും കൂടെ ഉണ്ട്. സ്ട്രോക്കിനുള്ള ഒരു ഗുളിക. പിന്നെ മൾട്ടി വിറ്റാമിൻ കൊടുക്കുന്നുണ്ട്. തെളിയണ വെയില്. അതൊക്കെ നല്ല നിശ്ചയം. വെയില് നല്ല ചൂടാ. നല്ല തീവ്ര വെയില. ഭയങ്കര മഴയില്ല. ഞാൻ അത് കഴിഞ്ഞ് തെളിയണ വെയിലില്ല. ഭയങ്കര ചൂട്. നമുക്ക് ഇറങ്ങാം. അതെ, ഇവരെ രണ്ടുപേരെയും കൂടി ഒരുമിച്ച് കൊണ്ടുവരാൻ വേണ്ടി ആണ് ഞാൻ ഏതെങ്കിലും ഒരു വർഷമായി ഇങ്ങോട്ട് വരാഞ്ഞത്. അതെ ജോസഫ്. അതെ, പിള്ളേരൊക്കെ എപ്പോഴും അത് ശരിയാ. പിന്നെ ഇവക്കൊരു പേടി ക്യാമറയായിരുന്നു. ടീച്ചർമാരൊക്കെ ഇങ്ങനെ ക്യാമറയെ പേടിച്ചങ്ങനെ ശരിയാവും. നമുക്കൊന്ന് പോയിട്ട് വരാന്ന് പറഞ്ഞു. ഞാനെന്നാ 1 പ്രാവശ്യം കവർ ചെയ്ത് പോയതാ. എനിക്കിപ്പോ ഇതിനെ പോകാൻ വലിയ പാടൊന്നും. ചേച്ചി എന്നെ അടുത്ത് വന്നു. ചേച്ചിനെ കാണാൻ പോലും ഇല്ലോ. ഓസ്ട്രേലിയക്ക് പോവാന്ന്. ആ, 3-ാം തീയതിയോ? 3-ാം തീയതി അളിയനും പെങ്ങളും പോകുന്നുണ്ടല്ലോ. ഏതാ ഫ്ലൈറ്റ്? ഏതാ ഒരു ഫ്ലൈറ്റ് ഏതാ? ഇവര് വേറെ കത്തല്ലേ ഇവര്? അവർ ഭർത്താവിൻ്റെ പെടുത്താ പെട്ടെന്ന് ഇല്ലല്ലോ. 4 മണിക്കൂർ മതി. 4 മണിക്കൂർ കൊണ്ട് ഇല്ല. എങ്ങോട്ടാന്ന് ചോദിച്ചാൽ ഞാൻ രണ്ടുപേരും പോകുന്നുണ്ടോ? ചേട്ടായും പോകുന്നുണ്ടോ? ഞാൻ ശ്രദ്ധിക്കാറില്ല. ചേട്ടായും പോകുന്നുണ്ടോ? 2 പേരുണ്ടോ? ചേട്ടായും അവനും 4 പേര് പോകുന്നുണ്ടോ? അവളവിടെ പെർമനന്റ് ആയോ? ഇതായോ? ഇല്ലേ? തീർന്നേ ഉള്ളൂ. ചേച്ചിയുടെ ഒരു ഊരാണ്. ചേച്ചി മനുഷ്യൻ പറ്റി പോയിട്ട് പിന്നെ ഒരനക്കവും കിട്ടിയിട്ടില്ല. ഇല്ല വരെ കാണാൻ നിന്നിരുന്ന പിന്നെ ആണോ? ചേച്ചി വീഡിയോ എല്ലാവരും കാണുന്നുണ്ട്. ആണോ? ആണോ? അത് പറ. ചേച്ചി ആ വീഡിയോയുടെ വിവരങ്ങളെല്ലാം അറിഞ്ഞോണ്ടിരിക്കും. കുടിച്ച് ഇടയ്ക്ക് കാണാം, ഇടയ്ക്ക് വരാം. ഇപ്പൊ തന്നെ മറന്നു പോകും. പേരോർമ്മയുണ്ട്. ഇനി മറ്റേ അപ്പുറത്ത് കുഞ്ഞാച്ചന്റെ അന്നക്കുട്ടി കുഞ്ഞാച്ചന്റെയും കുഞ്ഞുവാന്റെയും കുട്ടി എവിടെയാണ് പോയിട്ട് ആരാ? എനിക്കോ? അന്നക്കുട്ടിക്ക് പിള്ളേര് 3 പേര് പഠിക്കുകയാണോ? അവരൊക്കെ ജോലിയായില്ലേ? ജോലിക്കാർ, പോലീസിലെ, നേഴ്സ്, വിശേഷത്തെ. പിന്നെ നിഷയൊക്കെ നാളെ വന്നായിരുന്നല്ലോ അവിടെ. എത്ര പേരുണ്ട്? അവര് 3 പേര്. 3 പേർക്കും ജോലിയാ. 3 പേർക്കും ജോലി. അമ്മ പറയേ ഒത്തിരി ആയാലും കുഴപ്പമാണെന്ന് പറയും. പറയും മക്കൾ ഒത്തിരി ആയാലും അലമ്പാന്ന്. എടാ നീ പോകണ്ടോ? ഇവിടേക്ക് മുട്ടകളിക്ക് പോയിട്ട് ജോസ്മാൻ ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് ഇവിടെ പോന്നെ കമ്പനി വരാനുണ്ട്.
ജോസ്മാനൊന്ന് പോയി ഇവരും കൂട്ടുകാരൊന്നും ഇല്ല. ഞങ്ങൾ ആകെയുള്ള സാധിച്ചക്കായുടെ മോനില്ലേ, അവരുമായിട്ട് കൂട്ടുണ്ട്. പിന്നെ ഇവിടെ കൂട്ടുകാരൊക്കെ ഉണ്ടാകേണ്ട സ്ഥലമാണ്. ഇവിടെ ഇവിടെ കൂട്ടുകാർ ഇച്ചിരി ആൾക്കാരുള്ള സ്ഥലം. ബാക്കിയുള്ള അവിടെയൊക്കെ വന്ന വഴിയിലെല്ലാം ഒരു മനുഷ്യനെ കാണാനില്ല. എല്ലാ വീട്ടിലും അടച്ചു കിടക്കുന്നു. കൊണ്ടേ തന്നെ ആരെങ്കിലും കാണാം, ഒരു പകല് കാണിയില്ല. അവർ ഈ വന്നു പോകുന്ന അവരും ഈ പറഞ്ഞ ആൾക്കാരുമായിട്ട് സംഭാഷണമൊന്നുമില്ല. പുതിയ പുതിയ താമസക്കാരും അതെ ഒരു കമ്മ്യൂണിക്കേഷൻ ഒറ്റപ്പെട്ട മേഖലയാണ് ഇവിടെ. പക്ഷെ പിന്നെ ഈ സാദിന്റെ പ്രസ്ഥാനം റോഡ് സൈഡിലാണ്. അല്ല നമ്മളെ കുഞ്ഞാച്ചനങ്ങ് കയറുന്നതിന് ഓപ്പോസിറ്റ് ആ വഴി ഞാൻ കയറിപ്പോണം. അതിനകത്തേക്ക് ആ കയറിപ്പോ കാരണം അവിടെ വീട് ഇവിടെ വേറൊരു പൊടി മില്ല് മറ്റേ ഒരു വീടിന്റെ വാതിൽ എഴുതിയേക്കണതാണ് എവിടെ പൗഡർ. അത് അവന്റെ പെങ്ങളുടെ വീട്. അത് അവിടെ ബോർഡ് വെച്ചിരിക്കുന്നു. മറ്റേ ബിജോടെ കടയാ. അല്ലെന്നേ അവിടെ ബോർഡ് വെച്ചിരിക്കുന്നത് സാർ. അതിന്റെ ബോർഡ് അവിടെ ബോർഡ് വെച്ച അതിന്റെ ബോർഡ് ഇവിടെ വെച്ചാൽ ആ സൈഡിൽ ആ കിടക്കുന്ന വഴിക്കൂടെ കയറിപ്പോണം. സാദിന്റെ പെങ്ങളുടെ വീടാണ് അത്. അവിടെ അതങ്ങ് കയറി അവനവിടെ ഇല്ല. അവൻ്റെ വീട് ഓടിയില്ലേ, വീടിനോട് ചേർന്ന് തന്നെയാണ്, വീടിനടുത്ത് തന്നെയാണ്. വഴി സൈഡിലേത് വീട് ഉള്ളിൽ കയറിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആനീനെ പിടിക്കണ പടം ഉണ്ടായിരുന്നല്ലോ വേണ്ടത്. അത് അണലിയല്ല, അത് മുറുകനാണ്. ചിലവർക്ക് പേടി ഇവിടെ വരുന്നവർക്ക് പാമ്പൂടി ഉണ്ടോന്ന് ചോദിച്ചിട്ടാണ്. അല്ല പാമ്പിനെ പിടിച്ച് അടുത്ത ആഴ്ച വരാം. ചിലപ്പോ ഇങ്ങോട്ട് വരും. ഫോറസ്റ്റുകാർ വന്നില്ലേ, വണ്ടി വന്നില്ലേ. അവിടെ ഒരു കൂടുണ്ടാക്കി വെച്ചിട്ടുണ്ട് സാർ. അവരിവിടെ വന്ന് പാമ്പിനെ കൊണ്ടുപോകും അല്ലേ? പാമ്പ് ഇതൊക്കെ എവിടുന്ന് പഠിച്ചതാ പാമ്പിനെ പിടിക്കാനോ? അത് നമുക്ക് ഒരു ട്രെയിനിങ് ആയിരുന്നു. ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. പാമ്പ് ഇവനിടയ്ക്ക് പോയി പാമ്പിനെ പിടിച്ചിട്ടുണ്ട്. ഈ രോമം പിടിച്ച് ആക്കുന്നത്. എന്നിട്ട് നമ്മുടെ വനം വകുപ്പുകാർക്ക് കൊടുക്കണം. അവർ കൊണ്ടേ കാട്ടിക്കൊണ്ടേ വിടും. പിന്നെ ഇവനിവിടുത്തെ മൂർഖനെ ആണലി എല്ലാം പിടിച്ച് കാട്ടിക്കയറ്റി വിടുവല്ലേ. തല്ലിക്കൊല്ലൊന്നുമില്ല, ജീവനോടെ പിടിച്ച് കാട്ടിക്കയറ്റി വിടുക, കാട്ടിക്കൊണ്ടേ വിടും. അമ്മയ്ക്ക് ഓർമ്മയുണ്ടായിരുന്ന കാലമായിരുന്നു ഈ ജോമനെ വെച്ചേക്കില്ല. അല്ല അങ്ങ് ഉള്ളിൽ കൊണ്ടേ വിടും. പിന്നെ കാണാൻ പറ്റും. വീടും നാടും ഒന്നും കാണത്തില്ല. നീ പറയുന്നുണ്ടോ? പ്രായത്തിൽ നോട്ടമൊക്കെ ഉണ്ടായിരുന്നു. ആ അമ്മച്ചിയല്ല, ഇത് വേറെ അമ്മച്ചിയാ. നല്ല പ്രായത്തിലല്ല, എത്ര വർഷമായി. ഇവരെ അടുത്താമേ വരും. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇനി കാണും. ഇനിയിപ്പോ ഇതിന് ഉമ്മ കുറയ്ക്കണം. ജോമോന് വേണം. ഒരു വീക്ക്നെസ് ആണ്. ആണോ? അതൊരു നല്ല മനസ്സാണേ. അത് നമ്മൾ വെളിയിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും ഹഗ് ചെയ്യുന്നതിൻ്റെ കാണുമ്പം ഇവിടെ ഉള്ളവർക്ക് ഭയങ്കര ഇതാണ്. ആണും പെണ്ണും ഒന്നും ഒരു ഇതുമില്ലാതെ അവർ ഹഗ് ചെയ്യും. ഇവിടെ വേറെ രീതി കാണും, പക്ഷെ അവിടെ നേരെ സ്ട്രൈറ്റ് ആണ്. ഇല്ല ഇല്ല. നിങ്ങൾ ഏതാ പാലക്കാട് ഏതാ ട്രെയിൻ ഏതാ? കേരളയ്ക്കാ? എന്നാൽ പെട്ടെന്ന് ഇല്ലല്ലോ. ഇവർക്ക് വൈകിട്ട് ട്രെയിൻ പോകണം. ഇവർ രണ്ടുപേർക്കും ഇവിടെ ഇവിടുന്ന് ഷട്ടിൽ കയറി, ആ ഷട്ടിൽ തന്നെ തിരിച്ചേക്ക് പോകുന്നല്ലേ. എന്നാൽ മമ്മി കണ്ടത് സന്തോഷം. പോണോ? അകലയില്ലെന്നേ. വാ, അവര് പോവാ. ടാറ്റ കൊടുത്ത്. ടാറ്റാ. ആ വരും. ഇടയ്ക്കൊക്കെ വരാൻ പറ അവരോട് കേട്ടോ. പറ. ഇതൊക്കെ നല്ല നോക്കിയേ നടക്കുള്ളൂ. ഇടയ്ക്കൊക്കെ വരാൻ പറ. ഇവരെ അവിടെ ഇല്ലല്ലോ, അല്ലേ നമുക്ക് അങ്ങ് ചെല്ലായിരുന്നു. ഇവർ രണ്ടിലും ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ കാണിയല്ലേ അല്ലേ? എനിക്കറിയത്തില്ലായിരുന്നു ഇപ്പൊ മുട്ടിയാറിലുണ്ടെന്നുള്ള കാര്യം. എനിക്കറിയത്തില്ലായിരുന്നു. ആ മുട്ടേറെ എന്നാലേ പറഞ്ഞില്ലേ വീട് മെയിൻ്റെനൻസ് ചെയ്തുകൊണ്ടിരിക്കുക, അങ്ങോട്ട് താമസിക്കാൻ പോകുന്നത്. അവിടെ ഇരുന്നോ, കസേരയിലിരുന്നോ? അവിടെ ഇരുന്നോ.
ഒരർത്ഥം കൂടാതെ എല്ലാ മക്കളെയും കാത്തു. ആ ആ കുളിപ്പിക്കണം, സമയം പോകും. അവർ മുട്ടിയറയല്ലേ? മുട്ടിയറയിലല്ലേ? മുട്ടിയറയ്ക്ക് അങ്ങോട്ട് പോകും. അത് പടിഞ്ഞാട്ടല്ലേ പോണ്ടേ? പടിഞ്ഞാട്ടല്ലേ പോകേണ്ടത്? പടിഞ്ഞാട്ടോ? ആ മുട്ടിയറ പടിഞ്ഞാറല്ലേ? ആ ഓക്കെ സാർ. ഇനി നമുക്കായിട്ടുള്ളവരാരും ഇല്ലല്ലോ വരെ. വരാനൊക്കെ ആൾക്കാരുണ്ട്, ഇനിയും വരാനുണ്ട്. ആ ഇതുപോലെയുള്ളവരൊക്കെ പുറത്ത് വിദേശം വഴി വേറെ ഉണ്ട്. പിന്നെ അവിടെ നിന്നൊക്കെ വരുമ്പം വരും. ആ ഒത്തിരി പേര് വരാനുണ്ട്. അവരൊക്കെ ആരുടെ വർഷത്തിലും 2 വർഷം കൂടിയൊക്കെ ഒന്ന് വന്നത്. കുടുംബമായിട്ട് വരും. 2-3 കൊച്ചുങ്ങൾ കാണും, 1-2 കൊച്ചുങ്ങൾ കാണും, കാരണവന്മാർ എല്ലാം. ഇപ്പോൾ വീട്ടിലോട്ട് പോകണ്ടേ? നമ്മുടെ വീട് ഇതാ അമ്മേ, ഇതാ നമ്മുടെ വീട്. ഇന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? വീട്ടിലോട്ട് പോകണം. വീട്ടിൽ പോയി മൃഗങ്ങളും അവിടെ ചെന്ന് ഒരു വിവരം അറിയത്തില്ല. ആ പ്രാർത്ഥിക്കട്ടെ, വന്ന് എത്തിക്കട്ടെ. വീഡിയോകൾ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ കാണുക.